Hello guys. We are excited to present you our 10th vlog. 10th vlog വരെ ഞങ്ങൾക്ക് ഇങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആൻഡ് താങ്ക് ഗോഡ് ഇറ്റ്സ് വിന്റർ ടൈം ഇൻ കുവൈറ്റ്. അതുകൊണ്ട് കുവൈറ്റിൽ കുറേ എന്താ പറയാ ഇവന്റ്സ് ഒക്കെ അപ്പായി. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കുറെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണ്. 10th വ്ളോഗിൽ എത്തി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇൻസ്പയർഡ് ആയിട്ട് വ്ളോഗ്സ് എടുക്കാനുള്ള ഒരു എന്താ പറയാ ഒരു എനർജിയും ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നത്. സോ 10th വ്ളോഗ് നമ്മൾ നിൽക്കുമല്ലേ ഏട്ടാ? ഏട്ടൻ പറയൂ, ഏട്ടൻ എന്താ ഇപ്പൊ തോന്നുന്നത്? ഇന്ന് ഞങ്ങള് ലിറ്റിൽ ജംഗിളിലാണ്. ഇതൊരു സൂ ആണ്. ഇതാണ് നമ്മുടെ 10th വ്ളോഗ്. ഇത് എടുക്കാമെന്ന് വെച്ചു. ഇന്ന് വന്ന വഴിക്ക് ഫുള്ള് ട്രാഫിക് ആയിരുന്നു, ഭയങ്കര ട്രാഫിക്. ഇന്നിവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, മിസ്റ്റർ നരേന്ദ്രമോദി. ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുവൈറ്റ് ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ആ സ്റ്റേഡിയം കണ്ടിട്ട് അതുവഴിയാണ് വന്നത്. സ്റ്റേഡിയം പാസ് ചെയ്തിട്ടാ വന്നത്. ഞങ്ങൾ വരുന്ന വഴിയും ഫുൾ ഇങ്ങനെ എന്താ പറയുക, കുവൈറ്റ് ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ്, കുവൈറ്റ് ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ്, അങ്ങനെ 2 കൺട്രീസിന്റെ ഫ്ലാഗ്സ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും നമ്മുടെ മോദിജിയുടെ ബാനേഴ്സ് ആണ്. സോ വി ഫെൽ സോ പ്രൗഡ്. നമ്മുടെ കൺട്രിയെ അവർ ഇത്രയും വാം വെൽക്കം ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷം തോന്നി. സോ 10th വ്ളോഗ് എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? എല്ലാം കൊണ്ടും എന്താ പറയാ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹാപ്പി വൈബ്സ് ആണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്. സോ വെൽക്കം ടു പ്രിയങ്ക പ്രജിത്ത് വ്ളോഗ്സ്. ഇയേഴ്സിന് ശേഷം ഈ ദിവസമാണ് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ നരേന്ദ്രമോദി കുവൈറ്റ് വിസിറ്റ് ചെയ്തത്. അദ്ദേഹത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുക്കിയ ഫ്ലാഗ്സ് ആണ് ഈ കാണുന്നത്. കുവൈറ്റ് ഫ്ലാഗും ഇന്ത്യൻ ഫ്ലാഗും ഓൾട്ടർനേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതാണ് ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, where our PM attended the opening ceremony of the 26th Arabian Gulf Cup. ടിക്കറ്റ് എടുത്തിട്ട് വേണ്ട. വെൽക്കം ടു ലിറ്റിൽ ജംഗിൾ ഓഫ് കുവൈറ്റ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും. എന്താ പറയാ ടെമ്പറേച്ചർ നോക്കിയപ്പോ കാണിക്കുന്നത് എന്താണ് 10 ഡിഗ്രി അല്ലേ? 10 ഡിഗ്രി ബട്ട് ഫീൽസ് ലൈക്ക് 7 ഡിഗ്രി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് 7 ഡിഗ്രിയും ആൻഡ് ഫീൽസ് ലൈക്ക് 1 ഡിഗ്രിയും ഒക്കെയാണ്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ജംഗിൾ മൊത്തം ഞാനിങ്ങനെ തണുത്ത് വിറച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത്. സോ കം ഓൺ ഗൈസ്. ഈ ജംഗിളിന്റെ ലൊക്കേഷൻ 6th റിംഗ് റോഡ് അൽ ഖുറൈൻ ഏരിയ ആണ്. ആഫ്രിക്കൻ തീമാണ് ഈ മിനി സൂ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻട്രി ഫീ 3 KD per head ആണ്. ആൻഡ് കറന്റ് ടൈമിംഗ് ഈസ് ഫ്രം 3 PM to 9 PM. ഈ മിനി സൂ 2003 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നത്തെ ലൊക്കേഷൻ ഫിൻഡാസ് ആയിരുന്നു. പിന്നീട് ആ ഏരിയ ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഏരിയയായി കൺവേർട്ട് ചെയ്തപ്പോൾ ഈ സൂവിന് ഒരു ബിഗ്ഗർ ഏരിയ അലോട്ട് ചെയ്തു. അതാണ് നമ്മൾ ഈ കാണുന്ന ലൊക്കേഷൻ. ആ കള്ളച്ചിരിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങൾക്കും വൈകാതെ മനസ്സിലാകും.
ഡോ സോ ഹൗ ഇസ് ദ സർപ്രൈസ്? ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഒരു സൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി നമ്മൾ സാധാരണ ഇങ്ങനെ ആനിമൽസിനെ കാണും, പിന്നെ ഫീഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കഫേന്റെ അടുത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇറ്റ്സ് നൈസ്. ഏട്ടൻ കോഫി കുടിക്കാം അല്ലെങ്കിൽ തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഓക്കെ ഇത്രയും തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഒരു കഫേയിൽ വന്നിട്ട് ഇങ്ങനെ സംഭവം പിടിച്ചോണ്ടിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോ ഇവിടെ തൊട്ടടുത്ത് ഡിയേഴ്സ്, ഫുൾ ഡിയേഴ്സ് ഉണ്ട്. അപ്പൊ ഇതുവരെ ഡിയേഴ്സിന്റെ ഏരിയ ആണ്. ഇതിന് നെക്സ്റ്റ് ബേയില് ഓസ്ട്രിച്ച് ആണുള്ളത്. സോ ഐ എം വെരി മച്ച് സർപ്രൈസ്. താങ്ക് യു. ഇവിടുത്തെ കഫേയുടെ സീറ്റിംഗ് ഏരിയാസ് എല്ലാം പല സ്റ്റൈലിലുള്ളതായിരുന്നു. ജംഗിളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തീംസ് ആണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇത് ഓസ്ട്രിച്ചിന്റെ ബേ ആണ്. ഡീർസിനെ കണ്ടുകൊണ്ട് മാത്രമല്ല, ഓസ്ട്രിച്ചസിനെ കണ്ടുകൊണ്ടും ഇരിക്കാനുള്ള കഫേയും ഇവിടെയുണ്ട്. ഈ ഏരിയയിൽ ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നത് അലൗഡ് അല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രിച്ചസിനെ ഫീഡ് ചെയ്യുന്ന ഏരിയയിലാണ്. ഡീർസിന്റെയും ഓസ്ട്രിച്ചസിന്റെയും ബേസ് അടുത്തടുത്താണ്. സോ their feeding areas are also next to each other. ഇത് കലമാനാവാനുള്ള മാന. ഇത് ചിമ്പാൻസിയുടെ ഏരിയ ആണ്. ഒന്ന് മാടി വിളിച്ചപ്പോൾ തന്നെ ചിമ്പാൻസി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. പക്ഷെ അതേപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ഇതല്ലേ ഇവിടെ ഉള്ള സാധനം? ഏട്ടന്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഇത് ഒറാങ്കുട്ടന്റെ ഏരിയ ആണ്. പക്ഷേ ഒറാങ്കുട്ടൻ ഉറങ്ങിപ്പോയി. കുറച്ചുനേരം വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും ആളെ കാണാൻ കിട്ടിയില്ല. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓറിക്സ് ഉണ്ട്. നല്ല നീളൻ കൊമ്പുകളാണ് ഇവയ്ക്ക്. അറേബ്യൻ ഓറിക്സും സിമിറ്റ ഓറിക്സുമാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. ഈ കാണുന്ന സിമിറ്റ ഓറിക്സ് നോർത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഈ ആനിമൽസ് ഒക്കെ എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. ഫുഡ് നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു ലാമയെ കണ്ടോ നിങ്ങൾ?
കഫേ കൂടാതെ ഇവിടെ വലിയൊരു ഏരിയ ഫുഡ് കോർട്ടാണ്. ആഫ്രിക്കൻ തീമിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ഗാദറിംഗ് ആയാലും അതല്ല ഒരു റൊമാൻറ്റിക് ഡേറ്റിന് വരണമെങ്കിലും ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടി സ്വാൻസിനെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. സമയം പോകുന്നത് അറിയുകയേ ഇല്ല. ഒത്തിരി സ്വാൻസ് ആൻഡ് ഡക്സ് ആ പോണ്ടിൽ നീന്തുന്നുണ്ടായിരുന്നു. ഈ പോണ്ടിൽ സ്വാൻ ബോട്ട്സ് അവൈലബിൾ ആണ്, വിച്ച് ഈസ് എക്സ്ട്രാ ചാർജബിൾ. ഈ ജംഗിൾ ഇത്രയും വാസ്റ്റ് ഏരിയ ഉള്ളതുകൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ബൈസൈക്കിൾ, ടാൻഡം ബൈസൈക്കിൾ, കാരേജ്, ഗോൾഫ് കാർ ഒക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ബേർഡ്സിന്റെ ഏരിയയിലെത്തി. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഈ കാണുന്ന ബേർഡ്സിനെ നമ്മുടെ തലയിലും കയ്യിലും ഒക്കെ അവർ വെച്ചു തരും. എന്നാൽ തണുപ്പായതുകൊണ്ട് അവർ പെട്ടെന്ന് ബേർഡ്സിനെ കേജിലേക്ക് മാറ്റി. ഫ്ലമിംഗോയുടെ എൻക്ലോഷർ അകത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വൻ ആക്റ്റീവാണ്. ഇത് ജിറാഫിന്റെയും സീബ്രയുടെയും എൻക്ലോഷർ ആണ്. ഇവിടെ ഇപ്പോൾ ജിറാഫ് അവൈലബിൾ അല്ല. ഒരു ചിരിക്കുന്ന സീബ്ര ഉണ്ടായിരുന്നു ഇവിടെ. അൺഫോർച്ചുനേറ്റ്ലി തണുപ്പ് കൂടിയപ്പോൾ സീബ്രയെ അവർ എൻക്ലോഷറിനുള്ളിലാക്കി. ഇതൊക്കെ ഓരോ ആനിമൽസിന്റെ എൻക്ലോഷേഴ്സ് ആണ്. ചില ആനിമൽസ് ഇരുട്ടത്തിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. സമയം പക്ഷേ ഒരു 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. വെളിച്ചമില്ലാത്തതുകൊണ്ടും പിന്നെ തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ ആനിമൽസ് എല്ലാം എൻക്ലോഷറിനകത്തായി. നമ്മളിപ്പോൾ ക്യാമൽ റൈഡ്സിന്റെയും ഹോഴ്സ് റൈഡ്സിന്റെയും ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു വൈറ്റ് ക്യാമലിനെ കാണുന്നത്. ഇവിടെ ക്യാമൽ റൈഡ്സിനും ഹോഴ്സ് റൈഡ്സിനും സ്പെഷ്യൽ ചാർജസ് ഉണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ദേ നിൽക്കണോ ഒരു ഗജവീരൻ അല്ലേ? എന്നാൽ ഇത് ശരിക്കുള്ള ഒരു ആനയല്ലായിരുന്നു. മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് വെറും ഒരു എലിഫന്റ് സ്കൾപ്ചർ മാത്രമാണ്. ഈ കാണുന്ന എൻട്രൻസിലൂടെ കയറി ചെന്നിട്ട് ഈ ഗജവീരന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോസ് എല്ലാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫാം ആനിമൽസിനെയാണ്.
ഈ റാബിറ്റ്സിനെയും ടോർട്ടിസിനെയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കയ്യിലെടുത്ത് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ലിറ്റിൽ ജംഗിളിലെ കിഡ്സിനുള്ള ഗെയിം ഏരിയയാണ് ഈ കാണുന്നത്. ഈ ആക്ടിവിറ്റീസും ചാർജബിൾ ആണ്. ലിറ്റിൽ ജംഗിൾ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ മോദിജി വന്ന സ്റ്റേഡിയം ഇപ്പോൾ ഫുൾ നൈറ്റ് ലൈറ്റ്സിൽ മുങ്ങി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്ലാഗ്സും. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ലിറ്റിൽ ജംഗിളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ലിറ്റിൽ ജംഗിൾ ഒരു ലിറ്റിൽ ജംഗിൾ തന്നെയാണ്. ജംഗിൾ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. എന്ന് വെച്ചാ ഇവിടെ ഫാംസ് ഒക്കെ ഉണ്ട്. ഫാംസില് കുറെ ആനിമൽസ് ഉണ്ടാവാറുണ്ട്. സാധാരണ ഗോഡ്സ്, ഷീപ്സ്, കൗ, അങ്ങനെയൊക്കെ, പാരറ്റ്സ്, അങ്ങനെ. ഇത് അതിന്റെ കുറച്ചും കൂടെ വലിയൊരു വേർഷനാണ്. കുറച്ചും കൂടെ ആനിമൽസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ആനിമൽസിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ടൈഗർ, ലയൺ, ക്രോക്കഡൈൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സീബ്ര ഉണ്ട്, പക്ഷെ സീബ്ര നമ്മൾ കാണാൻ പറ്റിയില്ല. ഇവിടെ വെതർ കുറച്ച് തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് അവര് സീബ്രയൊക്കെ അതിന്റെ റൂമിനകത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ പറ്റിയില്ല. അതേ ഉള്ളൂ. അല്ലാത്ത ബാക്കി ഉള്ള ഒക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസിനെയാണ് ഉണ്ടായിരുന്നത്. വൈൽഡ് ആനിമൽസ് ആയിട്ടുള്ള സംഭവങ്ങൾ കുറവാണ്. പക്ഷേ ഡീർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറിന്റെ ഒക്കെ അടുത്തിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. സ്നാക്ക് ബാർ ഒക്കെ ഉണ്ട്. അപ്പം അത് അതിനെ കണ്ടുകൊണ്ട് അടുത്തിരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ സർപ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് വെച്ചിട്ടുണ്ടെന്ന്. ഏട്ടൻ ഇങ്ങനെ ഇത് നമുക്കൊരു കോഫി കുടിക്കാന്ന് പറഞ്ഞപ്പോഴും നമ്മളൊരു കഫേ, അവിടെ നല്ല ഭംഗിയുള്ള കഫേയൊക്കെ കണ്ടപ്പോൾ അവിടെ ഇരിക്കുന്നതേ ആലോചിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ അവിടേക്ക് പോയി കയറിയപ്പോഴാണ് ഇങ്ങനെ ഏട്ടൻ താൻ കണ്ടോ അവിടെ ഒരു സംഭവം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ ഡിയേഴ്സിന്റെ ഏരിയയിലാണ് അവർ ആ കഫേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബേയിൽ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്വാൻസിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്വാൻസിന്റെ അവിടെ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? ആ ഒരു ഡോം പോലെ വെച്ചിട്ട് ഒരു ഡേറ്റിനൊക്കെ പോകാൻ പറ്റിയ ആംബിയൻസ് ആയിരുന്നു അവിടെ. ഈ പറഞ്ഞ ഈ കഫേലത്തെ ഈ പ്രൈസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു അല്ലേ? അങ്ങനല്ലേ പുറത്ത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ ഭയങ്കര ചീപ്പാണ് ഇൻസൈഡ് ദി ജംഗിൾ. എസ്പെഷ്യലി ഇങ്ങനെ നമ്മളൊരു ഡിയർസിനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇപ്പം ഈ അബുദാബിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ജിറാഫ് അല്ലെങ്കിൽ ഇപ്പം കെനിയ അല്ലെങ്കിൽ ബാലിയിലൊക്കെ ഇങ്ങനത്തെ സഫാരി ലോഡ്ജസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സഫാരി അറ്റ്മോസ്ഫിയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡൈനിങ് സെറ്റപ്പ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇപ്പം ഒരു എന്താ പറയാ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ കുവൈറ്റില് എല്ലാത്തിനും പൊതുവേ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതായത് എല്ലാ ആനിമൽസിനെ കാണുന്നതിന് മുന്നിലും ഈ എന്താ പറയാ അവരൊരു സീറ്റിംഗ് ഏരിയ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം എന്ന രീതിയിലാണ്. അതും കുറേ സീറ്റിംഗ് ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം എത്ര നമുക്ക് അവിടെ ടൈം പോകുന്നത് അറിയില്ല. അത്രയും നടക്കാനുണ്ട് അല്ലേ? കുറേ നടക്കാറുണ്ട്. നടന്ന് ടയർഡാവും. പക്ഷേ ഇന്നാണെങ്കിൽ നല്ല തണുപ്പുമായിരുന്നു. അപ്പം തണുത്ത് വരച്ചിട്ടാണ് മൊത്തം എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് ഇതാണ്, ഈ വിന്ററിലായതുകൊണ്ട് ഇങ്ങനത്തെ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് മോശമാകുമ്പോൾ ഇവര് ഈ ആനിമൽസിനെ പെട്ടെന്ന് അവര് അത് ക്ലോസ് ചെയ്യുന്നില്ല സംഭവങ്ങളൊന്നും. പക്ഷെ ആനിമൽസ് പുറത്തോട്ട് വരില്ല. അങ്ങനെ റൂംസ് ഒക്കെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിരിക്കും, അവരുടെ റൂംസും നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞ് കാണും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു ബംഗ്ലാ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലൊക്കെയാണ് അവരത് വെച്ചിരിക്കുന്നത്. ആൻഡ് അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനൊക്കെ.
സോ യാ, അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്കല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലേ, അങ്ങനെയല്ലേ, ഒരു സമ്മർ അല്ല, പ്രോപ്പർ സമ്മറിലും പോകാൻ പറ്റില്ല. കാരണം സമ്മർ സീസണിൽ നമുക്ക് ഇത്രയും ദൂരം ഇങ്ങനെ നടന്ന് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും തോന്നുന്നില്ല. സോ ഈ വിന്റർ ടു സമ്മർ ട്രാൻസിഷനോ അല്ലെങ്കിൽ സമ്മർ ടു വിന്റർ ട്രാൻസിഷൻ ഉള്ള സമയത്ത് ഈ ജംഗിൾ അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ടൈം. കാരണം വിന്റർ ആകുമ്പം ഇവിടെ ഈ ഫാമല്ല, ലിറ്റിൽ ജംഗിൾ അത് ശരിക്കും 3 മണി തൊട്ട് 9 മണി വരെ ഉള്ളൂ ഈവനിങ്. അപ്പം 3 മണിക്ക് നമ്മൾ എത്തിയാൽ ഇവിടെ 4:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം നൈറ്റ് ആവും. അപ്പം നമുക്ക് കാണാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അല്ലാത്ത സമയം ഇപ്പൊ വിന്റർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ 7 ഒക്കെ ആയിട്ടേ നൈറ്റ് ആവത്തുള്ളൂ. അപ്പം അതുവരെ വെട്ടമുണ്ടാവും. അപ്പം നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ പോകുന്നതിൽ. പിന്നെ ഇതുപോലെ ഇതൊരു 9 o'clock വരെയാണെന്ന് പറഞ്ഞിട്ടും ഇവരൊരു 8:15 ആകുമ്പോഴേക്കും എല്ലാത്തിനെയും പറഞ്ഞ് അകത്തോട്ട് വിട്ടു. സോ ഞങ്ങളെ പ്ലാൻ പ്രകാരം ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ ഫുഡ് ട്രൈ ചെയ്യാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം അവർ ക്ലോസ് ചെയ്ത് തുടങ്ങിയപ്പം ഞങ്ങൾക്ക് തോന്നി നല്ല ആംബിയൻസ് ആയിരുന്നു. കാരണം അവിടെ ഇരുന്ന് അങ്ങനത്തെ ഒരു ഡോമിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം, ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളത്. നമ്മൾ ഈ ക്യാമറയിൽ എത്രത്തോളം അത് ബ്യൂട്ടിഫുൾ ആയി കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ ഇതിനൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ അതൊരു രസമായിരുന്നു. പക്ഷെ ഫുഡ് കോർട്ട് ഒക്കെ തന്നെ ക്ലോസ് ആകുമെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ടായി. കാരണം എല്ലാം ക്ലോസ് ആയി തുടങ്ങിയപ്പം ഇതും പിന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. കാരണം പിന്നെ വിസിറ്റേഴ്സ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം ഞങ്ങൾക്ക് അതും മിസ്സായി. അതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു ഏരിയയിൽ വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് ഡിന്നർ കഴിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതും ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങൾ പോകുമ്പം ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ടായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ദിസ് വാസ് അവർ 10th വ്ളോഗ്. So we hope you guys have enjoyed and stay tuned for more updates in Kuwait. This is Priyanka Prajit Vlogs signing off.